സഹകാരി റൈസ് പ്ലസിൻ്റെ ഇംഗ്ലീഷ് വൊക്കാബുലറി സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നോക്കുന്നത് വൊക്കാബുലറി സെക്ഷനിൽ PSC ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ചോദ്യവും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം വളരെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, മാക്സിമം എന്നോടൊപ്പം പറഞ്ഞ് പഠിക്കുകയും അതിനോടൊപ്പം ഒന്ന് കുറിച്ച് വയ്ക്കുകയും കൂടെ ചെയ്യുക. അറിയാവുന്നവരാണെങ്കിൽ പറഞ്ഞങ്ങ് പോയാൽ മാത്രം മതി, അല്ലാത്തവരാണെങ്കിൽ ഒന്ന് കുറിച്ചെടുക്കാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ആ സീരീസ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് മാക്സിമം കുറേ വൊക്കാബുലറിയും അനുബന്ധമായിട്ടുള്ള കുറേ വൊക്കാബുലറിയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, നോക്കിയേ, അതിൽ ചോദ്യം ഇങ്ങനെയായിരുന്നു: പാക്ക് ഊൾഫ് ഡാഷ് ബുക്സ്. അതായത് ഊൾഫിൻ്റെ കളക്റ്റീവ് നോണാണ് പാക്ക് എന്ന് പറയുന്നത്. എന്നാൽ ബുക്കിൻ്റെ കളക്റ്റീവ് നോൺ ഏതാണ്? കളക്റ്റീവ് നോണുമായിട്ട് ബന്ധപ്പെടുത്തിയ ചോദ്യം. അപ്പോൾ എന്താണ് ഈ കളക്റ്റീവ് നോണ്? നൗണുകളുടെ കൂട്ടമാണ് കളക്റ്റീവ് നോൺ, അല്ലേ? നൗണുകളുടെ കൂട്ടങ്ങൾക്ക് പറയുന്ന പേര് കളക്റ്റീവ് നോൺ. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് ഓഫിനകത്ത് വരുന്നത് ഗ്രൂപ്പ് ഓഫ് ഡാൻസർ, സിംഗർ, ഐലൻഡ് പീപ്പിൾ. ഡാൻസേഴ്സ്, സിംഗേഴ്സ്, ഐലൻഡ് പീപ്പിൾ. ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്, അതേപോലെ എയ്റോപ്ലെയിൻ ഒക്കെയാണ് വരുന്നത്. ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് എയ്റോപ്ലെയിൻ ആണ്. പൈൽ ഓഫ് ബുക്ക് ക്ലോത്ത് ആണ്. പൈൽ ഓഫ് ബുക്ക് ക്ലോത്ത് ആണ്. ബഞ്ച് ഓഫ് ആണെങ്കിൽ ബനാന ഗ്രേപ്സ്. ബനാന ഗ്രേപ്സ്. ഫ്ലവേഴ്സ് കീസ് ആണ്. ബനാന ഗ്രേപ്പ് ഫ്ലവർ കീ താക്കോല്. അപ്പോൾ നമുക്ക് ഏതാ ഉത്തരം വരുന്നത്? സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. പൈൽ ഓഫ് ബുക്സ് എന്നാണ് പറയുന്നത്. പൈൽ ഓഫ് ബുക്സ്. എന്നാൽ കുറച്ച് കളക്റ്റീവിനോടൊന്ന് പഠിച്ചാലോ? നോക്കിയേ, ഒന്ന് നോക്കിയേ. ഒന്നാമത്തെ ബ്രാസ് ഓഫ് ആണ്. ബ്രാസ് ഓഫ് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാ. ബ്രാസ് ഓഫ് ആണെങ്കിൽ പീജിയൻ ആണ്. പീജിയൻസിന്റെ കളക്റ്റീവാണ് ബ്രാസ് ഓഫ്. അപ്പോൾ ബ്രാസ് ഓഫ് പീജിയൻ. രണ്ടാമത്തെ ബണ്ടിൽ ഓഫ്. ഈ ബണ്ടിൽ എന്ന് പറഞ്ഞ കെട്ട്, വറ്റോലൊക്കെ കെട്ടായിട്ടല്ലേ കൊണ്ടുവരുന്നത്. ബണ്ടിൽ ഓഫ് ഹേ എന്നാണ്. ബണ്ടിൽ ഓഫ് ഹേ എന്നാണ്. എന്നാൽ ചെയിൻ ഓഫ് ആണെങ്കിൽ ചെയിൻ ഓഫ് കളക്റ്റീവ് ആണ്. എന്ത് ചെയ്യുന്നു? ഈ ഐലൻഡുകൾ കണ്ടിട്ടുണ്ടോ? നൂല് പോലെ ഇങ്ങനെ കിടക്കണ്ടിട്ടുണ്ടോ? അപ്പോൾ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവുന്നു. ഒരു പ്രശ്നം ഉണ്ടാവുന്നു, അതിനെ തുടർന്ന് കുറേ പ്രശ്നങ്ങൾ വരുന്നു. ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ പഠിക്കാനുള്ള ഐഡിയ നോക്കിയിരിക്കും. ഒരു ഐഡിയ കിട്ടുമ്പോൾ അതിനെ തുടർന്ന് ഇങ്ങനെ പല ഐഡിയകൾ കിട്ടും. അപ്പോൾ അത് തന്നെയാണ് ചെയിൻ ഓഫ്. ഒന്ന് നൂല് പോലെ വരുന്നു എന്ന് ഓർക്കുക. ചെയിൻ ഓഫ് ഐലൻഡ് ഇവന്റ് ഐഡിയാസ്. ഐലൻഡ് ഇവൻസ് ഐഡിയാസ്. ഐലൻഡ് ഇവന്റ് ഐഡിയാസ്. ഒന്നും കൂടെ പറഞ്ഞ്: ബ്രാസ് ഓഫ് പീജിയൻസ്, ബണ്ടിൽ ഓഫ് ഹേ, ചെയിൻ ഓഫ് ഐലൻഡ് ഇവന്റ് ഐഡിയാസ്. ഇനി ക്ലൗഡ് ഓഫ് ഡസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ഡസ്റ്റിന്റെ കളക്റ്റീവാണ് ക്ലൗഡ്. അപ്പൊ നോക്കിയേ, ഈ പൊടിയൊക്കെ പടർന്ന് ആകെ മൂടിക്കിടക്കും, അല്ലേ? ക്ലൗഡ്, മേഘം പോലെ കിടക്കും എന്ന് ഓർക്കാം. ക്ലൗഡ് ഓഫ് ഡസ്റ്റ്. അടുത്ത ക്ലസ്റ്റർ ആണ്. ക്ലസ്റ്റർ ഓഫ് ആണെങ്കിൽ ഐലൻഡ് എന്നും പറയാം, സ്റ്റാർ എന്നും പറയാം. ക്ലസ്റ്റർ ഓഫ് ഐലൻഡ് സ്റ്റാർ. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞേ: ബ്രാസ് ഓഫ് പീജിയൻസ്, ബണ്ടിൽ ഓഫ് ഹേ, അതേപോലെ ചെയിൻ ഓഫ് ഇവന്റ് ഐലൻഡ് ഐഡിയാസ്, ക്ലൗഡ് ഓഫ് ഡസ്റ്റ്, ക്ലസ്റ്റർ ഓഫ് ഐലൻഡ് സ്റ്റാർ. ഇനി ഫാൾ ഓഫ് ആണെങ്കിൽ ഫാൾ എന്ന് പറഞ്ഞ് വീഴുക എന്നല്ലേ? ഈ മഴയൊക്കെ വീഴുന്നു, മുകളിൽ താഴേക്ക് വീഴയല്ലേ? മഞ്ഞ് വീഴ്ചയെന്നല്ലേ പറയുന്നത്? ഫാൾ ഓഫ് റെയിൻ ആൻഡ് സ്നോ എന്നാണ് കേട്ടോ. ഫാൾ ഓഫ് റെയിൻ ആൻഡ് സ്നോ. ഫാൾ ഓഫ് റെയിൻ ആൻഡ് സ്നോ എന്നാണ്. എന്നാൽ ഫ്ലൈറ്റ് ഓഫ് ആണെങ്കിൽ നമുക്ക് അതിലുണ്ടായിരുന്നു ബേർഡ്, സ്റ്റെയർ, സ്റ്റെപ്പ്, ബട്ടർഫ്ലൈ. ഫ്ലൈറ്റ് മുകളിലേക്ക് പോകുന്നില്ലേ? അതേപോലെ എയ്റോപ്ലെയിനും പറയാവേ. ബേർഡ്സ് പറയാം, സ്റ്റെയർ മുകളിലേക്ക് കയറും, സ്റ്റെയർ, സ്റ്റെപ്പ്, ബട്ടർഫ്ലൈ, എയ്റോപ്ലെയിൻ. ഇപ്പൊ ഫ്ലൈറ്റ് ഓഫിനകത്ത് വരുന്ന ഏതൊക്കെയാ? ബേർഡ്സ്, സ്റ്റെയർ പടികൾ, സ്റ്റെപ്പ്, ബട്ടർഫ്ലൈ, എയ്റോപ്ലെയിൻ. ഫ്ലൈറ്റ് ഓഫ്. അടുത്ത ഗാഗിൾ ഓഫ് ആണെങ്കിൽ പഠിച്ചോ, ഗാഗിൾ ഓഫ് ഗീസ്. ഗീസ് എന്ന് പറഞ്ഞാൽ ഗൂസിന്റെ പ്ലൂറലാണ് ഗീസ് എന്ന് പറയുന്നത്. ഈ കളക്റ്റീവ് നൗണുകൾ കഴിഞ്ഞിട്ട് തുടർന്ന് വരുന്ന സബ്ജക്റ്റ് എപ്പോഴും പ്ലൂറലായിരിക്കും കേട്ടോ. കളക്റ്റീവ് നൗൺ കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റുകൾ എപ്പോഴും എന്തായിരിക്കണം? പ്ലൂറലായിരിക്കണം. അതുകൊണ്ടാണ് ഗൂസിന്റെ പ്ലൂറലാണ് ഗീസ് എന്ന് പറയുന്നത്. അപ്പൊ ഗാഗിൾ ഓഫ് ഗീസ്. ഗാഗിൾ ഓഫ് ഗീസ്. ഇനി ഗാലക്സി ഓഫ് ആണെങ്കിൽ ഗാലക്സി ഓഫ് സ്റ്റാർ എന്നാണ് പറയുന്നത്. ഗാലക്സി ഓഫ് സ്റ്റാർ. അടുത്ത ഹീപ്പ് ഓഫ് ആണെങ്കിൽ ഹീപ്പ് ഓഫ് ബുക്ക്. ബുക്കിന്റെ മറ്റൊരു കളക്ടറാണ് ഹീപ്പ്, HEAP. ഹീപ്പ് ഓഫ് ബുക്ക് ആൻഡ് സാൻഡ്. ഹീപ്പ് ഓഫ് ബുക്ക് ആൻഡ് സാൻഡ്. ഇപ്പോൾ ഒരു തവണ കൂടെ എന്നോടൊപ്പം പറഞ്ഞേ: ബ്രാസ് ഓഫ് പീജിയൻ, ബണ്ടിൽ ഓഫ് ഹേ, അതേപോലെ ചെയിൻ ഓഫ് ഐലൻഡ് ഇവന്റ് ഐഡിയ,
ക്ലൗഡ് ഓഫ് ഡസ്റ്റ്, ക്ലസ്റ്റർ ഓഫ് ഐലൻഡ്, സ്റ്റാർ, അതേപോലെ ഫാൾ ഓഫ് റെയിൻ, സ്നോ, ഫ്ലൈറ്റ് ഓഫ് ബേർഡ്, സ്റ്റെയർ, സ്റ്റെപ്പ്, ബട്ടർഫ്ലൈ, ഗാഗിൾ ഓഫ് ഗീസ്, ഗാലക്സി ഓഫ് സ്റ്റാർ, ഹീപ്പ് ഓഫ് ബുക്ക്, സാൻഡ്. ഹീപ്പ് ഓഫ് ബുക്ക്, സാൻഡ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് കളക്റ്റീവ് നൗണുമായി ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യവും ഏകദേശം ഒരു 10-11 കളക്റ്റീവ് നൗണുകളും അതിനകത്ത് വരുന്ന ജീവജാലങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കളുടെ പേരുമാണ് നമ്മൾ നോക്കിയത്. ഒന്ന് എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.